ചില പ്രതിസന്ധികൾ പെട്ടെന്ന് മാറില്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ചില ശത്രുക്കൾ പെട്ടെന്ന് മാറില്ല. അതിൻ്റെ പിന്നിൽ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെതായ ചില പദ്ധതികളുണ്ട്. ചിലർ ദോഷം ചെയ്യുന്നതും നിങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കുന്നതും നിങ്ങൾക്കെതിരെ ബലവാന്മാരെ പോലെ നിൽക്കുന്നതും ഒക്കെ ദൈവം ചിലപ്പോൾ അനുവദിച്ചേക്കാം. ഉപായം മറ്റുള്ളവർ പ്രവർത്തിപ്പാൻ ദൈവം അനുവദിച്ചേക്കാം. അതിൻ്റെ അപ്പുറം ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. തൽക്കാലത്തേക്ക് ഈ വേദനയിലൂടെയും ഈ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമെങ്കിലും അതിനപ്പുറം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആരൊക്കെ ഉപായം പ്രയോഗിച്ചോ, ആരൊക്കെ തകർക്കാൻ നോക്കിയോ, ആരൊക്കെ ദൈവത്തിൻ്റെ മക്കളെ പീഡിപ്പിക്കാൻ നോക്കിയോ, അവരെല്ലാം ദൈവത്തിൻ്റെ വിധിക്കകത്ത് ഒഴിയാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന ഇതാണ്. ചില പ്രതിസന്ധികൾ മാറാതിരിക്കുമ്പോഴും ചില ശത്രുക്കൾ കൂടുതൽ ശക്തിയോടെ എതിർത്ത് നിൽക്കുമ്പോഴും നമ്മൾ നിരാശപ്പെടേണ്ട. അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ദൈവപ്രവൃത്തിയിൽ അതുവരെ ഇല്ലാത്ത ഒരു ജയം, ഇന്നുവരെ സംഭവിക്കാത്ത ഒരു വിജയം ദൈവം നിങ്ങൾക്ക് കൂടി കരുതി വെച്ചിട്ടുണ്ട്. 2 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. 105 സങ്കീർത്തനത്തിന്റെ 24 വാക്യം ആദ്യം വായിക്കുന്നു. ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. അവരെ വർദ്ധിപ്പിക്കാതിരിക്കാനായിട്ട് ഫറവോ ഇസ്രായേൽ ജനത്തെ അവരുടെ വർധനവിനെ തടയുവാനായി ആകുന്നത്ര പോരാടുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒടുവിൽ യോസേഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ച് നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുതെന്ന് വെച്ച് അവരെ പുറത്തെടുവിച്ചു. അപ്പൊ ദൈവം അനുവദിക്കുക, ഉപായം പ്രയോഗിക്കുവാനും ദൈവജനത്തിനെതിരെ പീഡിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം ആ കാലത്തെ ഫറവോയെ എഴുന്നേൽപ്പിച്ചു. അവർ എഴുന്നേറ്റു, ശരിയാണ്. പക്ഷെ അതിന്റെ പിന്നിലും ദൈവത്തിന്റെ കൈ ഉണ്ടായിരുന്നു. 1-ാം അധ്യായം പുറപ്പാട് 1:12. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഉപായം പ്രയോഗിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് നശിക്കുമെന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരിക്കലും നശിക്കില്ലെന്ന് മാത്രമല്ല, അതിന്റെ നടുവിലും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. അത് മറ്റുള്ളവർക്ക് ഭയമായി മാറുന്ന രീതിയിൽ ദൈവികമായൊരു വർധനവ് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷം എഴുതിയിരിക്കുന്നത്, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. കണ്ടോ, പീഡിപ്പിക്കാൻ ഇറങ്ങിയവൻ പിന്നീട് മരിക്കുന്നു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം ഏറ്റവും നെടുവീർപ്പോടെ നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ആമേൻ. അപ്പം ചില ഉപായങ്ങൾ, ശത്രു നശിപ്പിക്കാൻ എഴുന്നേറ്റ് വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒന്നിച്ചു നടക്കുമ്പോഴും ജനം വർദ്ധിക്കുന്നു. അതേസമയം വീണ്ടും പീഡനം ഉണ്ടാകുന്നു. അവർ വീണ്ടും നിലവിളിക്കുന്നു. ഒടുവിൽ സംഭവിക്കുന്ന കാര്യം, ദൈവം തന്റെ നിയമം ഓർത്തു. ദൈവം തന്റെ ജനത്തെ വിടുവിപ്പാനായി ഇറങ്ങി വന്നു. മോശയെ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കാനായിട്ട് ദൈവം അങ്ങോട്ട് നിയോഗിച്ചയക്കുകയാണ്. ആ സമയത്ത് തന്നെ ഇസ്രായേൽ ജനത്തെ വിടാതിരിക്കാൻ ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഫറവോയുടെ ഹൃദയം, ആവർത്തനം 2:30 സീഹോന്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അത് വായിച്ചു നോക്കണം. എന്നാൽ നാം തന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ ഹെശ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല. ഇന്ന് കാണുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവന്റെ മനസ്സ് കടുപ്പിച്ച് അവന്റെ ഹൃദയം കഠിനമാക്കി. ഫറവോയുടെ ഹൃദയം കഠിനമാക്കി ഇസ്രായേൽ ജനത്തെ വിടാതിരിക്കാനായിട്ട്. അങ്ങനെ ഹൃദയം കഠിനമാക്കിയത് കൊണ്ടാണ് പിന്നീട് ഇസ്രായേൽ ജനത്തെ അങ്ങനെ ദൈവം അങ്ങ് രക്ഷിച്ചെടുത്തുകൊണ്ട് പോകുവാണെങ്കിൽ ഫറവോ ആശ്വസിക്കും, അങ്ങ് പോയല്ലോ, ഇവന്മാരങ്ങ് പോയി സമാധാനമായി ജീവിക്കും. അങ്ങനെ ദൈവം അനുവദിക്കുകയില്ല. അത്രയും നാൾ തന്റെ ജനത്തെ പീഡിപ്പിച്ചതിന് ഒരു ശിക്ഷ അവന് കൊടുക്കണം. അത്രയും നാളും തന്റെ ജനത്തെ ഉപദ്രവിച്ചത് ദൈവം കണക്ക് കൂട്ടി വെച്ചിരിക്കുക. അപ്പൊ അതിനുവേണ്ടിയാണ് ദൈവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കിയത്. അവന്റെ ദേവന്മാരെ മുഴുവൻ ദൈവത്തിന് ന്യായം വിധിക്കണം. അപ്പൊ അതിനുവേണ്ടി ഇവൻ വില്ലിച്ചു നിന്നെങ്കിലേ പറ്റുള്ളൂ.
ചിലരൊക്കെ വില്ലിച്ചു നിൽക്കുന്നു, ചിലരൊക്കെ എതിർത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. കേമന്മാരായതുകൊണ്ടല്ല, ദൈവം അവരെ അടിക്കാൻ വേണ്ടി അങ്ങനെ നിർത്തിയിരിക്കുക. ദൈവം അവരെ ശിക്ഷിക്കാനായിട്ട് കുറെ കാലത്തേക്ക് ദൈവം അനുവദിച്ച് നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. അവരെ ബലപ്പെടുത്തിയതുപോലെ നിർത്തിയിരിക്കുക. എന്നിട്ട് വേണം, മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന എനിക്കൊന്ന് യോശുവ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, അവരെ ചങ്കുറപ്പോടെ നിർത്തി. ഇസ്രായേൽ ജനത്തിനെതിരെ നെഞ്ചുറപ്പോടെ നിർത്തി എന്ന് പറഞ്ഞാൽ അവരോട് കരുണ കാണിക്കാതെ, ദയ കാണിക്കാതെ അവരെ ശിക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങ് നിൽക്കുക, ബലം പിടിച്ച് നെഞ്ചുറപ്പോടെ നിൽക്കുക. അവൻ ജയിക്കാൻ വേണ്ടിയല്ല, ദൈവം അവനെ അങ്ങ് നിർത്തി. ഇപ്പം നിനക്കാ ജയം, ഇപ്പം നിനക്കാ ഉറപ്പ്, ഇപ്പം നിനക്കാ ബലം എന്ന് പറഞ്ഞ് അവനങ്ങ് നിൽക്കുക. ദൈവം നിർത്തിയിരിക്കുക. എന്നിട്ട് വേണം ദൈവം തൻ്റെ ജനത്തിന്റെ പക്ഷത്ത് നിന്ന് അവന് ശിക്ഷിക്കുവാനായും. ആരനീതി ചെയ്താലും, ആര് തൻ്റെ ജനത്തെ പീഡിപ്പിച്ചാലും തൽക്കാലത്തേക്ക് അതിനകത്ത് ഒരു നെഞ്ചുറപ്പൊക്കെ തോന്നും, ഇരട്ടച്ചങ്കാമൊക്കെ തോന്നും, പലർക്കും തോന്നും. പക്ഷേ സമയമാകുമ്പോൾ ദൈവസഭയും ദൈവജനത്തെയും ദൈവമക്കളെയും പ്രാർത്ഥിക്കുന്നവരെയും കളിയാക്കുകയും പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരെല്ലാം ദൈവത്തിന്റെ ആ ഒരു സന്ദർശനം അവർ നേരിടേണ്ടി വരും. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, പിന്നീട് കാണുന്നത് സീഹോൻ, ഹെശ്ബോനിലെ രാജാവായ, അമോര് രാജാവായ സീഹോൻ പറയുകയാണ്, ഞാൻ ഈ സാഹചര്യത്തെ എന്റെ വഴി കൂടെ, എന്റെ പറമ്പിൽ കൂടെ വിടത്തില്ല, എന്റെ രാജ്യത്തെ കൂടെ വിടാൻ സമ്മതിക്കുകയില്ല, എന്റെ രാജ്യത്തോടെ വിടാൻ സമ്മതിക്കുകയില്ല. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തറിയാമോ? അവന്റെ മനസ്സ് കടുപ്പിച്ചങ്ങ് കഠിനമാക്കി. എന്നിട്ട് വേണം യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ. ദൈവം അവന്റെ മനസ്സ് കഠിനമാക്കി. ഫ്രീ ആയിട്ടങ്ങ് വിട്ടോ, നീ ഇവിടെ വരട്ടെ, നീ ഇച്ചിരി കഠിനമാക്, നീ കുറച്ച് കഠിനപ്പെട്ടിട്ട് വേണം എനിക്ക് രണ്ടെണ്ണം തരാൻ, വെറുതെ എങ്ങനെ തല്ലുന്നേ എന്ന് കണ്ടിട്ട് ദൈവം അവന്റെ ഹൃദയം കഠിനമാക്കി. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒക്കെ ദോഷ വഴികൾ തിരഞ്ഞെടുത്തും അഴിമതിയുടെ വഴി തിരഞ്ഞെടുത്തും അക്രമ വഴിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ കേവന്മാരാണെന്ന് ചിലപ്പോൾ ചിന്തിക്കും. വിട്ടുവീഴ്ചയും സഹനവും ക്ഷമയൊക്കെ കാണിക്കുന്നവര് പരാജയപ്പെട്ടവരാണെന്ന് തോന്നുന്നു. ഒരിക്കലുമല്ല. അവന്റെ കൂടെ ദൈവം നിൽക്കും. പക്ഷേ അല്ലാത്തവനെ ദൈവം നേരിടും. തൽക്കാലത്തേക്ക് അവൻ ജയിച്ചു നിൽക്കും, പക്ഷേ ദൈവം അവനെതിരായി തീരും. ആമേൻ. ഹെരോദ രാജാവ് സഭയെ പീഡിപ്പിക്കാനായിട്ട് എഴുന്നേറ്റു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെ കൊല്ലാനായിട്ട് കാത്തുവച്ചിരിക്കുക. അന്നാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ കാരാഗൃഹത്തിൽ വിടുവിച്ചു. പത്രോസിനെ വിടുവിച്ച് അതേ ദൂതൻ തന്നെ ആയിരിക്കണം ഹെരോദാവിനെ അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹെരോദാവിനെ അടിച്ചു. ശേഷം എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 12:24 എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹെരോദാവുമാര് വരും, അവര് പോകും. സത്യത്തെ എതിർക്കുവാനും നീതിയെ എതിർക്കുവാനും ദൈവവിശ്വാസത്തെയും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ തകർക്കാനൊക്കെ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ തകർന്നിട്ടുണ്ട്. ദൈവവചനം മേൽക്കുമേൽ പരന്നു. അത് ദൈവത്തിന്റെ വചനം ആയതുകൊണ്ടല്ലേ, അത് ദൈവത്തിന്റെ ശക്തി ആയതുകൊണ്ടല്ലേ, അത് സത്യസുവിശേഷം ആയതുകൊണ്ടല്ലേ. ആമേൻ, ഹല്ലേലൂയ. ദൈവം തന്റെ പ്രവൃത്തി ചെയ്യും. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ഉപായം പ്രയോഗിച്ചാലും, ആരൊക്കെ തകർക്കാൻ നോക്കിയാലും അവർ പരാജയപ്പെടുകയുള്ളൂ. ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായി നമ്മൾ നേരിടുന്ന ചില ഓപ്പറേഷനുകൾ, ചില പീഡകൾ, അത് കണ്ട് നിരാശപ്പെടേണ്ട. നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് തന്റെ ജനത്തിന്റെ നിലവിളിയും കണ്ണുനീരും ഒരു വിലയായി സ്വീകരിച്ച് എഴുന്നേറ്റ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. റോമാലേഖനം 8:28 നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ശത്രു എഴുന്നേറ്റതും അവൻ ഉപായം പ്രയോഗിച്ചതും അവൻ കഠിനമാക്കിയതും അവൻ കൂടുതൽ ചീത്ത വിളിച്ചതും ആരെങ്കിലുമൊക്കെ കൂടുതൽ പരിഹസിച്ചതും ഒക്കെ ദൈവം അനുവദിച്ചായിരിക്കും. ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനെതിരെ അവനെ ശിക്ഷിക്കുവാനായി ദൈവം ഒരു തരം കൂടെ അന്വേഷിച്ചു വെക്കുകയായിരുന്നു. ഹല്ലേലൂയ. നിരാശപ്പെടരുതേ. പ്രാർത്ഥിച്ചോ, കരഞ്ഞോ, കർത്താവിന്റെ കാൽച്ചോട്ടിയിരുന്നു. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സമയമാകുമ്പോൾ ദൈവം നമുക്ക് വലിയ ജയം നൽകി തരും. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന വളരെ വേദനകൾ, കർത്താവ് വളരെ നിന്ദകളും പരിഹാസങ്ങളും ഓപ്പറേഷനുകളും ഒക്കെ നേരിടുകയാണ്. അടിച്ചമർത്തപ്പെടലുകൾ നേരിടുകയാണ്. അതിന് നടുവിലും ജയാളിയായവൻ കൂടെയുണ്ട്.
അമ്മേ, ശത്രുവിന്മേൽ ഞങ്ങൾക്ക് ജയം തരുന്ന ഒരു ദൈവം ജീവിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവപ്പ, നീ ഞങ്ങളുടെ കൂടെയുണ്ട്, എല്ലാ കാലത്തും ഞാൻ കൂടെയുണ്ട്. ആരെല്ലാം എതിർത്ത് നിന്നാലും കർത്താവെ, പിൽക്കാലത്ത് നിന്റെ വചനം ദേശത്ത് മേൽക്കുമേൽ പരന്നതുപോലെ നിന്റെ പ്രവൃത്തികൾ ദേശത്ത് പരക്കട്ടെ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ആമേൻ. ധൈര്യത്തോടെ ഉറച്ചു നിന്ന് ദൈവപ്രവൃത്തികളെ കാണുവാൻ ഇടയാകട്ടെ. നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനയും മക്കളുടെ കുടുംബത്തെ നിറവേറട്ടെ. വൈരികളെക്കാൾ ഇവരെ ബലവാന്മാരാക്കട്ടെ. ദൈവിക ബലവരുടെ മേൽ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ആമേൻ. ദൈവം വർദ്ധിപ്പിക്കുന്നവനാണ്, ബലപ്പെടുത്തുന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ തകരുകയില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോവുകയില്ല, നിങ്ങൾ വർദ്ധിക്കും, നിങ്ങളെ ദൈവം ബലവാന്മാരാക്കും. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പവർഫുൾ ഡേ.